എമിറേറ്റ്സ് A380 വിമാനം. യെസ്, ആഡംബരത്തിന്റെ അവസാന വാക്കെന്നൊക്കെ പറയാവുന്ന ഒരു ലക്ഷൂറിയസ് വിമാനയാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സിന്റെ A380 വിമാനത്തിലെ ആ ഡബിൾ ഡെക്കർ വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യണം എന്ന് എല്ലാവരും പറയാറുണ്ട്. ധാരാളം വീഡിയോകൾ പണ്ട് മുതൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ട് ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു ഞാനും. എപ്പോഴെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. യെസ്, അങ്ങനെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റെവിടെയുമല്ല, ബാങ്കോക്കിൽ നിന്നും ഹോങ്കോങ്ങിലേക്കാണ് നമ്മൾ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ബാങ്കോക്ക്? യെസ്, 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് വീഡിയോയിൽ ഞാൻ വഴിയെ പറയാം. ആ 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തില് ദുബായിൽ നിന്നും വരുന്ന എമിറേറ്റ്സിന്റെ വിമാനം ബാങ്കോക്ക് വഴി ഹോങ്കോങ്ങിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. ഈ യാത്രയിൽ നമുക്ക് ചെറിയ പൈസക്കൊന്നും അല്ല, അത്യാവശ്യം പൈസ ഒക്കെ കൊടുക്കണം, എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നിരക്കിൽ നമുക്കൊരു കിഡിലൻ ഫസ്റ്റ് ക്ലാസ് യാത്ര, അതും വിത്ത് ഫുൾ സർവീസ് മീൽ ഓടുകൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. കേവലം 2 മണിക്കൂർ മാത്രമുള്ള ഒരു യാത്രയിൽ നിന്നും പകർത്തിയ ഒരു 50 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണിത്. അവ എല്ലാവരും മുഴുവൻ കാണുക. ഒരു കിഡിലൻ കിടുക്കാച്ചി എക്സ്പീരിയൻസ്. ചെക്കിൻ തുടങ്ങി. ഇതാണ് ഫസ്റ്റ് ക്ലാസിന്റെ ചെക്കിൻ. ഇവിടെ ആരുമില്ല. ഇതാണ് ബിസിനസ് ക്ലാസിന്റെ ചെക്കിൻ. അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെയാണ് എക്കണോമിയുടെ ചെക്കിൻ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. സോ ലെറ്റ്സ് ഗോ. ബാങ്കോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ദുബായിലൊക്കെ ഉള്ളതുപോലെ ഫസ്റ്റ് ക്ലാസ്സിന് സ്പെഷ്യൽ ഏരിയ ഒന്നുമില്ല. ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും എക്കണോമിയും എല്ലാം ഒരേ സ്ഥലത്ത് സാധാരണ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെയാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാലേ നമുക്ക് മാക്സിമം ടൈം ലൗഞ്ച് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. Sawadee-krap. How are you? I'm very good. Yeah. Are you going to Hong Kong? Yes, I'm going to Hong Kong. Yeah. Are you from Thailand? Are you Thai? Oh, okay. Do you have pre-arrival or do you have Yeah, I have pre-arrival. Yeah. possible visa? Do you want to see that? Yes, please. Yeah, sure. You need a printout, right? Yeah. I have 2 bags. Already, ka. This one for your hand carry, naka. S112 on the new terminal. Okay. After you pass fast lane, you take a train. I take a train from Yes. here? Okay. Yes, alright. So that is in a new terminal? Yes, alright. Okay, okay. And then on the new terminal, also you take a train also. Okay. Yes. 1:35 we boarding, 1:45 we close. Your Okay. seat number 3 clear on the window side. Okay. Already, ka. Thank you so much. You're welcome. So I can go to No, this no, you have to go fast lane. fast track lane, right? Thank you so much. Thank you. Thank you. Bye-bye. കണ്ടോ, ഇങ്ങനെയൊക്കെ വേണം ചെക്ക് ഇൻ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ. നമുക്കിവിടെ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് സെക്യൂരിറ്റി ലൈനുണ്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ. അത് സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും എല്ലാ സംഭവങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ ഫാസ്റ്റ് ട്രാക്കിലൂടെ തീർക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിൻ്റെ ബെനിഫിറ്റ്. നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് സ്മാർട്ട് വിസ, ലോങ് സ്റ്റേ, ബുദ്ധിസ്റ്റ് മങ്ക്, പ്രഗ്നൻറ്റ്, ഇൻഫൻറ്റ്, ഡിസേബിൾഡ്, ഇത്രയും ആൾക്കാരും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇത് ഫ്രീ ആണ് കേട്ടോ. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നു. ഇനി നമുക്ക് S112 എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അത് ആണെങ്കിൽ ഇവിടെ നിന്ന് 17 മിനിറ്റ് ദൂരമുണ്ട് നടക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ട്രെയിൻ എടുത്തെന്തോ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇവിടെ നിന്ന് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും ഒക്കെ വേണ്ടതാണ്. അല്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാറ്റലൈറ്റ് ബിൽഡിങ്ങിലെത്തി. ട്രെയിൻ കയറിയിട്ട് ഇപ്പുറത്ത് പുതിയ ബിൽഡിങ്ങിൽ വന്നു. ഈ സാറ്റലൈറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് പുതിയ ടെർമിനലാണ്. ഇവിടെ നമുക്ക് തായ്ലൻഡിൻ്റെ പ്രതീകമായിട്ടുള്ള 2 ആനകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലാണെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളുടെയും കടകളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതിന് ഇടയിലൂടെ, അതിന് നടുവിലൂടെ നടന്നാണ് നമ്മളിപ്പോൾ നമ്മളുടെ ലൗഞ്ചിലേക്ക് പോകാൻ പോകുന്നത്. ഒരു പെർഫ്യൂം വാങ്ങാൻ കരുതി വന്നതാണ്. പോളോ റാൽഫ് ഫ്ലോർ. ഓക്കെ. It's this one. Okay. What is that? Oh, it's for, okay, fine, okay. I understand, yeah. Okay. So this is free with this, right? Yeah. Okay. Thank you. ഇവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ എമിറേറ്റ്സിന് സ്വന്തമായിട്ട് ലൗഞ്ച് ഉണ്ട്. അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് എമിറേറ്റ്സിൻ്റെ അല്ല, ഇത് വേറെ ഏതുമാണ്, മിറാക്കിൾ ലോഞ്ച്. ഇതൊരു ഗംഭീര ടെർമിനലാട്ടോ, പക്ഷെ കാലിയാണ്. ഇതാണ് എമിറേറ്റ്സ് ലൗഞ്ച്. ബാങ്കോക്ക് എയർപോർട്ടിലെ എമിറേറ്റ്സ് ലൗഞ്ച്. ഇത് അടിപൊളിയാണല്ലോ ലൗഞ്ച്. നൈസ്. ആരുമില്ലാത്ത ലൗഞ്ച്, എമിറേറ്റ്സിൻ്റെ മാത്രമായിട്ടുള്ള ലൗഞ്ച്.
വിജനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജനം. ഇവിടെ നിന്ന് വിമാനങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. നൈസ്. ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഭക്ഷണം ഉള്ളതെന്ന് പോയി നോക്കാം. ഭക്ഷണവും ബാക്കിയുള്ള ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ചായ, കാപ്പി, നട്ട്സ് അങ്ങനെയുള്ള പല സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇത്രയും കൂട്ടം ഡ്രിങ്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർ. നോക്കി, അതിനകത്ത് മറ്റേ ഷാമ്പെയിനും പിന്നെ വിസ്കിയും വോഡ്കയും ജിന്നും അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ, കാപ്പി അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വേറെയുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാം ഷാമ്പെയിനാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇത്, എന്തൊക്കെ വിലയുള്ളതാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം കൂടിയ സാധനങ്ങളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. പേരൊന്നും വായിക്കാൻ അറിയത്തില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ കുറേ ഫുഡുണ്ട്. കൊച്ചു കുട്ടികൾക്കുള്ള ഫുഡുണ്ട്. പിന്നെ ചോറ്, ഇത് നമ്മുടെ മറ്റേ വെജിറ്റബിൾ ഗ്രീൻ കറി, തായ് കറി. പിന്നെ ഇത് മറ്റേ ഫ്രഷ് സ്പിനാച്ച് ആൻഡ് റിക്കോട്ട, ഇതെനിക്കൊന്ന് ഇറ്റാലിയൻ ആണെന്ന് തോന്നുന്നു. പുഴുങ്ങിയ വെജിറ്റബിൾസ്. ഇത് ചിക്കൻ സാത്തേ, ബീഫ് സാത്തേ, അതിൻ്റെ കൂടെ ഡിപ്പിങ്ങും ഉണ്ട്. ഇത് ചിക്കൻ വിത്ത് ഷാലെ ഗ്രേവി സോസ്. ഇത് സീ ഫുഡ് മഷ്ബൂസ്. ഇത് ചിക്കൻ കാഷ്യൂനട്ട്. ഇത് എന്തോ മാവിനകത്ത് മുക്കി വറുത്ത് വെച്ചിരിക്കുന്ന ലാമ്പാണ് ഈ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തിയുള്ള ഒരു ലോഞ്ചാണിത്. ഞാനൊരു ഗ്ലാസ് ഷാമ്പെയിനും പിന്നെ ഇവരുടെ ഒരു തായ് സ്റ്റൈലിലുള്ള ഒരു സൂപ്പ് എടുത്തുകൊണ്ട് വന്നു. ഇവിടെ എല്ലാ ടേബിളിലും ഒരു ഗ്ലാസ്സിൽ ഫ്രഷ് റോസാപ്പൂ വെച്ചിരിക്കുന്നത് കണ്ടോ. അങ്ങനെ എല്ലാ ടേബിളിലും ഉണ്ട്. എത്ര റോസാപ്പൂ ഉണ്ടാവും ഈ ലോഞ്ചിനകത്ത്? ഒരു ടേബിളിൽ തന്നെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പ്, കിടുക്കാച്ചി സൂപ്പ്. ഇത് കണ്ടോ, ഇത് അടിപൊളിയാണേ. നമുക്ക് ഫോൺ ഇവിടെ വെച്ച് കൊടുത്താൽ മതി, ചാർജ് ആവും. വയർലെസ് ചാർജിങ് സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്, എല്ലാ ടേബിളിലും ഉണ്ട് മറ്റേ വയർലെസ് ചാർജിങ്. നമ്മുടെ ഫോൺ ഇവിടെ വെച്ച് കൊടുത്താൽ മതി, ഇത് ചാർജ് ആയിക്കോളും. അത് കൊള്ളാം. ഇവിടുത്തെ വൈഫൈയുടെ സ്പീഡ് കണ്ടോ, 423 Mbps ഡൗൺലോഡും 320 Mbps അപ്ലോഡ് സ്പീഡും. എന്തോന്നടേ, ഇതെൻ്റെ വീട്ടിൽ പോലും ഇല്ല എത്ര സ്പീഡ്. ഞാനിങ്ങനെ ലോഞ്ചിൽ കയറിയിരുന്ന് ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുക. ഇനി ബാക്കി വിമാനത്തിൽ കയറി ഇരുന്നിട്ട് തകർക്കും. ഞാൻ ഫോട്ടോ അയച്ചു തരാം. വിമാനത്തിലിരുന്ന് വീഡിയോ കോൾ വിളിക്കാമേ. കുശുമ്പ് ഋഷിക്കുട്ടൻ ഋഷിക്കുട്ടാ എവിടെ പോണം എല്ലാരും കൂടെ? എവിടെ പോകുന്നു എല്ലാരും കൂടി? എല്ലാം റിച്ച് സാധനങ്ങൾ. അതായത് മൊത്തം എന്തെടുത്താലും അതിനകത്തെല്ലാം കശുവണ്ടി ഇട്ട് അങ്ങ് തകർത്തിരിക്കുകയാണ്. ഞാൻ എല്ലാം ഇച്ചിരി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. മറ്റേ സീ ഫുഡ് മഷ്ബൂസും പിന്നെ ചിക്കനും സാത്തയും എല്ലാം കുറേശ്ശെ ട്രൈ ചെയ്യാമല്ലോ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ, കഴിക്കണ്ടേ? ഫുഡൊക്കെ യമ്മി കേട്ടോ, പൊളി. ഈ ലോഞ്ചിലെ ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ സെറ്റപ്പ് നോക്കി. ഇവിടെ നമുക്ക് അബ്ല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം വരെയുണ്ട്. ഇത് കണ്ടോ ഇവിടെ അടിപൊളി, എന്ത് നീറ്റാണെന്ന് നോക്കി. ഇതിനകത്ത് ഷവറും ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുകയും ചെയ്യാം. സ്പോട്ട്ലെസ് ക്ലീൻ. ഇത് പുതുപുത്തൻ ലോഞ്ച് കേട്ടോ. 2 ഷവർ ഏരിയ ഉണ്ട് ഇതിനകത്ത്. ബാത്റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ പുറത്ത് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അവരാണ് നമുക്ക് ബാത്റൂം ഒക്കെ തുറന്നു തരുന്നത്. നമുക്ക് കയറിക്കോന്നും പറഞ്ഞുകൊണ്ട്. എല്ലായിടത്തും ഫ്രഷ് ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ടിഷ്യൂ പേപ്പർ ഒന്നുമല്ല കേട്ടോ, ഇതുപോലത്തെ ടവൽസ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഷവർ പാക്ക്, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ്, അങ്ങനത്തെ അമ്യൂണിറ്റീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ ചോദിച്ചാൽ തരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോഞ്ച് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ലോഞ്ച്, കിടിലൻ ലോഞ്ച്. വലിയ TV ഒക്കെ ഉണ്ട്. അവിടെ ഇവിടെ കുറേ TVകളുണ്ട്. സ്റ്റാഫൊക്കെ ആണെങ്കിലും എല്ലാം തായ് ആൾക്കാരാണ്, പക്ഷെ എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഇവിടെ അതേപോലെ തന്നെ എല്ലായിടത്തും എല്ലാ ടേബിളിൻ്റെ മേളിൽ ഫ്രഷ് റോസാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പോലെ ഒറിജിനൽ ചെടിയാട്ടോ ഇത്. പ്ലാസ്റ്റിക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഒറിജിനൽ. വാർത്ത ഉണ്ടോ? ഇവിടുത്തെ ഫോർമർ തായ് പ്രൈം മിനിസ്റ്റർ തക്ഷൻ സെൻറ്റൻസ്ഡ് ടു 1 year in prison. പിടിച്ചകത്തിട്ടെന്ന് 1 വർഷത്തേക്ക്. ഈ ഡ്രിങ്ക്സിൻ്റെ സംഭവം ഇതിങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. സെയിം സാധനങ്ങൾ തന്നെ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. പത്രം, മാഗസിനൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ കുറേ വെച്ചിട്ടുണ്ട്. കുറേ മാഗസിൻസും പിന്നെ ലോക്കൽ പത്രങ്ങളും. കലീജ് ടൈംസോ അതൊക്കെ ഇവിടെ കിട്ടുമോ? അടിപൊളിയാണല്ലോ. ഗൾഫ് ന്യൂസൊക്കെ എങ്ങനെയാണ്? അതും സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്റ്റംബർ 9 യാത്ര ചെയ്യുന്നത്. ഇന്നലത്തെ പത്രം കേട്ടോ. ഞാൻ സെപ്റ്റംബർ 9 ഈ വീഡിയോ എടുക്കുന്നത്. സെപ്റ്റംബർ 8 ഇന്നലത്തെ പത്രം വെച്ചേക്കുന്നത്. ഇത് ഇന്നത്തെ പത്രമാണ്, ഇതും ഇന്നലത്തെ പത്രമാണ്. അപ്പോൾ മിക്കവാറും ഈ പത്രങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. വരുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ രാവിലെ വരുന്നതായിരിക്കും മിക്കവാറും. കിട്ടിലൻ ലോഞ്ചാണ്, ഒരു രക്ഷയില്ലാത്ത ലോഞ്ച്. ഇങ്ങനെ ഇരുന്ന് വിമാനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അവിടെ ഇവിടെ ഇരുന്നിട്ട്. അടുത്ത സ്ഥലം ഇത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഫുഡ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഡ്രിങ്ക്സ് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. സെയിം സാധനങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ. ഒരു കിടിലൻ ലോഞ്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലൻ ലോഞ്ച് എന്ന് ഞാൻ ഇനി പറയില്ല. ഇറ്റ്സ് ആൻ അമേസിംഗ് ലോഞ്ച്, കിടിലൻ. അപ്പോൾ ഇവിടുത്തെ ഈ ലോഞ്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് എങ്ങനെയായിരിക്കും? കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ഫ്ലവറിന്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ദൈവമേ, ഇത് ഒറിജിനലാടേ.
ഇതൊക്കെ ഡെയിലി മാറുന്നതായിരിക്കും. ഇതിനൊക്കെ എന്ത് കോസ്റ്റ് വരും എന്നാലും ചോദിക്കും. ഇതെല്ലാം അല്ലേ നമ്മുടെ ഇന്ന് ടിക്കറ്റ് ഒന്ന് വാങ്ങിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ക്ലോക്കുകൾ കണ്ടോ, ഇതെല്ലാം റോളക്സിൻ്റെ ക്ലോക്കുകളാണ് ഗൈസ്. നോക്കൂ, റോളക്സ് ക്ലോക്സ്. ഞാൻ ഇന്ന് ഷാമ്പയിൻ കുഴിച്ച് മുതലാക്കും. ടി വിയിൽ കാണുന്ന വാർത്തകളൊന്നും ശരിയല്ലല്ലോ, എല്ലാം വളരെ മോശം വാർത്തകളൊക്കെയാണല്ലോ കാണുന്നത്. ഫ്ലൈറ്റ് ഡിലേ ഉണ്ടോ എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നു. ഒരു 10-20 മിനിറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ നല്ലതാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നല്ല അടിപൊളി ലൗഞ്ചും അടിപൊളി ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ആകുമ്പോൾ ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേ ആവുന്നത് ലേറ്റ് ആവുന്നതൊക്കെ നല്ലതാണ്, നമുക്കിഷ്ടമാണ്. എമിറേറ്റ്സിൻ്റെ 380 വിമാനം മാത്രമാണ് ഇവിടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ പോകുന്നത്. ദിസ് വേ. യാ, താങ്ക് യു. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആയപ്പോഴത്തേക്കിനും അവർ ലോഞ്ചിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, താഴോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. സോ വി ആർ ഗോയിങ്. ഇവർ ഓൾറെഡി ബോർഡിങ് തുടങ്ങി. Hi, how are you? I'm good. How are you? Yeah, great. Thank you. Have a lovely day. Thank you so much. Thank you. This way, right? Yeah, thank you. This way? Yeah, thank you. അങ്ങനെ നമ്മൾ വിമാനത്തിൽ കയറാൻ പോവാണ്. എൻ്റെ പൊന്നെ, ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. ഇവിടെ വേറെ 777 കിടപ്പുണ്ട് ഇവരുടെ, എമിറേറ്റ്സിൻ്റെ 777. അപ്പുറത്താണ് നമ്മുടെ വിമാനം കിടക്കുന്നത്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ താഴത്തെ നിലയിലൂടെ കയറിയിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മേളിൽ കൂടെ തന്നെ കയറുന്നത്. താഴെ മേളിൽ 2 എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? Okay, thank you. Yep. 3K. Hang on, let me try. Mr. Tanju Mad. Oh no, Sujit. That's a long name. Sujit, yeah. My name is Sujit. Suchi. Yeah, Sujit. But then this is your dad's Yeah, name. that's my name, Sujit. But this is your That's last my name. surname, yeah. You know, Indian names are like very long. I know, from the south. Yeah, From the south? yeah. Kerala. Oh. Yeah, Very clean city. yeah, it is. Uneducated people. Oh, yeah. They say like 100%. Yeah, Like, yeah. okay, Thank you. I'm a big boss today. Okay. Also from India. Really? Yeah. Okay. Lapika. Okay. Like, you're gonna meet here. Thank later. you. Thank you. Hi. Hi. May I help you? 3K? Yeah. Just Yep. follow me, please. Oh, what do you want? Please. This my seat? Yeah. Thank you. May I offer you anything to drink? I'll go for the champagne. Yeah, just give me a moment. Yeah, sure. Thank you. It's just It's here. Okay, fine. I was looking like I don't know. Okay, it's okay, fine. I can keep it here. Everything is here. Yeah. Okay, thank you. Thank you so much. Morena. Yeah. Okay. I can take your food today. Thank you. You just let me know. Yeah, sure. So you will bring the dumpling motion. Yeah. എൻ്റെ പൊന്നോ, ഇങ്ങനെയൊക്കെയാണ് ഒരു വിമാനത്തിൽ കയറുന്നത്. അടിപൊളി മോനെ, അടിപൊളി. എന്തൊരു വെൽക്കമിങ്, ഗ്രാൻഡ് വെൽക്കമിങ്. പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച്. ഞാൻ ആക്ച്വലി കയറി വന്നിട്ട് ഞാൻ നോക്കുക എവിടെ പെട്ടി വയ്ക്കുന്നതെന്ന്. മേളിൽ പെട്ടി വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല, എല്ലാം ഇവിടെ അടി തന്നെ വെക്കണമെന്ന്. ഇങ്ങനെയാണ് സ്ഥലം. എൻ്റെ പൊന്നോ, ഞാനൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എന്തൊരു സ്പേസാ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്വീറ്റ് എന്ന് പറയുന്ന ആ ഒരു എമിറേറ്റ്സിൻ്റെ ദ ഐക്കോണിക് ദ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയാം. ശരിക്കും കമ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ പറയാം ഗൈസ്. കാരണം ഇത് ലിറ്ററലി യു ക്യാൻ ക്ലോസ് ദിസ്. ഇത് നമുക്ക് ഈ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് ഫുൾ പ്രൈവസിയോട് കൂടി ഇരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇത് എന്തൊക്കെയാണെന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു മിനി ബാറൊക്കെ ഉണ്ട്. നോക്കി, ഇവിടെ ഫുൾ സെറ്റപ്പാണ്. ഇവിടെ എന്ത് വേണേലും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. താങ്ക് യു. വെൽക്കം ഡ്രിങ്കായിട്ട് നമുക്ക് ഷാമ്പയിൻ കൊണ്ട് തന്നു ഗൈസ്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും, വീണ്ടും ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ താന്നു പോകും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇവിടെ കുറച്ച് വസാബി പീസ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കുപ്പി ഏവിയൻ വാട്ടർ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ കാർബണേറ്റഡ് വാട്ടർ, അതായത് സ്പാർക്ലിംഗ് വാട്ടർ, അതാണ് സാധനം. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു സ്പാർക്ലിംഗ് വാട്ടർ, ഒരു ഏവിയൻ വാട്ടർ. പിന്നെ ഇവിടെ വാവ്, ഇത് കൊള്ളാലോ, ജെല്ലി ബീൻസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കൊള്ളാം അല്ലേ സാധനം, അടിപൊളി.
കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അവരൊരു സ്പെഷ്യൽ അമ്യൂണിറ്റി കിറ്റൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം. ഇത് അടച്ച് കഴിയുമ്പോഴത്തേക്കിനും അതവിടെ അടഞ്ഞ് താഴ്ന്നു പോകും. ഇതെന്താ സംഭവം? ഇതിവിടെ പ്രസ് എന്ന് പറഞ്ഞിട്ട് കാണാമല്ലോ ഇവിടെ. വാട്ട് ഇസ് ദിസ്? ഓ വൗ, ഇത് നമ്മുടെ ട്രേ ടേബിളാണ് ഗൈസ്. നോക്കൂ. ഓ നിൻ്റെ പൊന്നോ, ഒന്നിനുണ്ട് പൊളിച്ച് ട്രേ ടേബിൾ. നോക്കി, ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും ട്രേ ടേബിൾ. അടിപൊളി, അടിപൊളി. ഇത് പ്രീമിയം ലക്ഷറി സെറ്റപ്പാണെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് മുഖം നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ണാടിയുണ്ട്. അതിനടിയിൽ നമുക്ക് എന്താ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊള്ളാലോ. ഇതെന്താ സാധനം? ഇത് ഐ ക്രീം, ഫേഷ്യൽ ടോണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതിവിടെ വയ്ക്കാം. പിന്നെ നമുക്കിവിടെ മുഖം നോക്കാൻ വേണ്ടിയുള്ള കണ്ണാടി. പിന്നെ ഇവിടെ ഇത് പൊളിച്ചു. പ്രോപ്പർട്ടി ഓഫ് എമിറേറ്റ്സ്, പ്ലീസ് ഡു നോട്ട് റിമൂവ് ദിസ് ട്രേ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡയറിയാണ് ബേസിക്കലി വെച്ചിരിക്കുന്നത്. ഈ ഡയറി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഈ ഡയറിയും പിന്നെ ഇവിടെ ഒരു എമിറേറ്റ്സിൻ്റെ തന്നെ ഒരു പേനയുണ്ട്. എമിറേറ്റ്സിൻ്റെ എഴുതിയൊരു പേന. ഓ ദാറ്റ്സ് നൈസ്, അടിപൊളി. ഈ പേനയും ഡയറിയും വീട്ടിൽ കൊണ്ടുപോകാം. ഈ സാധനം എടുത്തുകൊണ്ട് പോരുത്, അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ പൂക്കൾ വെച്ചിരിക്കുന്നുണ്ട്. ഒറിജിനൽ എല്ലാം ഒറിജിനൽ പൂക്കളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പരിപാടിയില്ല. പിന്നെ ആ ഒരു ഡിസ്പ്ലേ നോക്കി, ആ ഡിസ്പ്ലേ ഇതൊക്കെ തുറന്നാണ് വെച്ചിരുന്നത് കേട്ടോ നമ്മൾ വരുമ്പോൾ തന്നെ. പിന്നെ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേയിൽ നമുക്ക് ക്യാമറയും ബാക്കിയുള്ള സംഭവങ്ങളും. ഇത് ഭയങ്കര വലിയ ഡിസ്പ്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ടി വി ഉണ്ടല്ലോ, ആ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയും വലിയ ഒരു ടി വിയാണ്. രണ്ടപ്പുറത്ത് കുട്ടികൾ ആരാണ്ടൊക്കെ ഉണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ് ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ലൈറ്റുണ്ട്. ഷാമീൻ ഗൈസ്, അടിപൊളി. ഇത് പൊളി സാധനം. ഇത് കിട്ടുന്ന ടേസ്റ്റ് അറിയോ ഷാമീനൊക്കെ? ഹായ്. ഓ യാ, താങ്ക് യു. ഷാമ്പെയിൻ്റെ കൂട്ടത്തിൽ സ്നാക്സ് ആയിട്ട് കുറച്ച് വാൾനട്ട്സ് കൊണ്ട് തന്നാണ്. ടച്ചിങ്സ്. ഓ അതിന് വരെ ചൂടുണ്ട്. അടിപൊളി. പരസ്യം കാണിച്ചു തുടങ്ങി. എമിറേറ്റ്സിൻ്റെ എയർ ഹോസ്റ്റസ് വന്നിട്ട് ബൈക്ക് എടുത്ത് ഓടിക്കുന്ന ഒരു പരസ്യമാണ്. ഓ ഇത് മറ്റേ ഇതാണ് കഴിച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ. You can carry this inside. What? You can put the slippers inside. It's for you to carry whatever things you want. Oh, really? I mean, it is bags. I can carry? Okay. Okay, thank you. Is that better? അത് ശരി. എന്തൊക്കെ വേണോ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ സഞ്ചിക്കകത്ത് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഒരു ചെരുപ്പും ഒരു സഞ്ചിയും കൊണ്ട് തന്നു. എമിറേറ്റ്സിന്റെ സഞ്ചി കൊള്ളാട്ടോ. സ്ലിപ്പേഴ്സ് സീലടിച്ച സീ. ഓ എന്റെ പൊന്നു, ഇത് രക്ഷയില്ല. അടിപൊളി സ്ലിപ്പർ. നോക്കി എന്തേത് വീട്ടിലെ സാധനം. ഐ മാസ്കും ഉണ്ട്, സ്ലിപ്പറും ഉണ്ട്. ഇത് ഷൂ പോലെ ഇടാൻ കേട്ടോ. അത്ര അടിപൊളി സാധനം. എന്ത് ക്വാളിറ്റി ആണെന്ന് എനിക്ക് പൊളിച്ച്. ഗൈസ്, മെനു കാർഡ് ഇവിടെ തന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മെനു കാർഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു മാഗസിൻ പോലെ ഇരിക്കുന്നു. നോക്കി, അവർ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെനു കാർഡ് കൊണ്ട് തന്നു. ഇതൊരു മാഗസിൻ, ലിറ്ററലി ഇതൊരു മാഗസിൻ. നോക്കി, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ പൊന്നെ സ്നേഹിച്ച് കൊല്ലു വരും. അറബിക് കോഫി, ഡേറ്റ്സ്, ഇതെല്ലാം കൂടെ കഴിച്ച് എവിടെ കൊണ്ടുപോയി എനിക്കറിയില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? മെനു കാർഡ് നോക്കാറ് അതേ സമയമില്ല. ആകെപ്പാട് 2 മണിക്കൂർ 15 മിനിറ്റേ ഉള്ളൂ നമുക്ക് വിമാനത്തിൽ. ആ 2 മണിക്കൂർ 15 മിനിറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. മൊത്തം 3 മണിക്കൂറാണ് സമയമുള്ളത്. ഞങ്ങൾ വിമാനം പറക്കുന്നത് 2 മണിക്കൂർ 15 മിനിറ്റ് ആയിരിക്കും. 2 മണിക്കൂർ 15 മിനിറ്റിൽ ഇതെല്ലാം ചെയ്യണം. കഴിക്കണം, കുളിക്കണോ വേണ്ട, ഇതിനകത്ത് കുളിമുറി ഒക്കെ ഉണ്ട് ഗൈസ്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ആഹാ, അടിപൊളി. ഒരു രക്ഷയില്ല. കിടല സാധനം. ഇതിനകത്തുള്ള എല്ലാവരും എക്സൈറ്റഡ് ആണ്, എവ്രിബഡി. കാരണം ഇതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പൈസ കൊടുത്ത് പോകുന്ന ആൾക്കാർക്ക്. പൈസ കൊടുക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. കമ്പനി ടിക്കറ്റ്, പിന്നെ മൈൽസ് റിഡംഷൻ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ട്. പക്ഷെ കാശ് കൊടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. സോ എവ്രിബഡി വിൽ ബി എക്സൈറ്റഡ് and the crew will take care of you like that. Carry on? You can see the fumes, but yeah, it's fine. Thank you. ഇത് ഭയങ്കര ചൂടാണല്ലോ. ഈ ഹോട്ടലിൽ വെച്ച് മുഖം തുറച്ചുണ്ടല്ലോ, ഒന്നും പറയണ്ട, ഭയങ്കര ഫ്രഷ് ആവും. I just collect Yeah, I'm done. everything before takeoff. I'm done. You can take If you want. Thank you so much. So where are you from? I'm from Kerala, India. Nice. Yeah.
Very nice. I'm from Mumbai. You're from Mumbai. Okay. Yeah. If you need anything, please let us know. Anything we can assist you with, please do. We're aware about the lounge and everything, right? Yeah, We've been sure. informed about it. Hi. Also operates on duty-free on today's flight, sir. If you wish to have anything for yourself or your loved ones, we'll be happy to provide you, sir. We have our magazine just right in the seat pocket over here. Let my colleagues know if you'll need something. Thank you. Thank you. അതിൽ കച്ചവടമുണ്ട് ഗൈസ്, ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം, ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിമാനം ഓൺ ടൈം പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഓൺ ടൈം ആണല്ലോ പുഷ് ബാക്ക് ചെയ്തത്. ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ ക്യാബിൻ സൂപ്പർവൈസറിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കും, എനിക്ക് വീഡിയോ എടുക്കണം, ഷവർ കാണണം, പിന്നെ നിങ്ങളുടെയൊക്കെ ഫേസ് ബ്ലറായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ഇൻഫോം ചെയ്യണം ക്യാബിൻ സൂപ്പർവൈസറിനെ. ഞാൻ ഇൻഫോം ചെയ്തു. അപ്പോൾ ഡേറ്റ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കൂ, എന്തോ സാധനം നോക്കി. നിങ്ങൾ ഇഷ്ടംപോലെ എമിറേറ്റ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ. മലയാളത്തിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പൈസ മുടക്കി തന്നെ ട്രാവൽ ചെയ്താൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. പൈസ മുടക്കിയാൽ മാത്രമേ നമുക്ക് എമിറേറ്റ്സിലൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര സംഭവമാണ്. നമ്മൾ 380 വിമാനത്തിൻ്റെ മുകളിലാണ് കേസിരിക്കുന്നത്. കണ്ടാ പറയോ? ഇത് കഴിഞ്ഞില്ലേ, ഇത് കുറേ നേരമായല്ലോ വീഡിയോസ്. നമുക്ക് ഇതിനകത്ത് ക്യാവിയർ മീൽസ് ഒക്കെ കിട്ടും. ഇത്രയും വലിയ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ടച്ച് സ്ക്രീനാണ് ഗൈസ്. എൻ്റെ പൊന്നെ, 380 ഇവിടെ ഒരു ക്യാമറയുണ്ട്, ഇവിടെ 2-3 ക്യാമറയുണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക് 350യുടെ ക്യാമറയുടെ അത്ര ക്ലാരിറ്റി 380 ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് മുമ്പിലത്തെ ക്യാമറ, ഇത് ടെയിലിലെ ക്യാമറ, പക്ഷെ ക്ലാരിറ്റി തരില്ല. മുമ്പിൽ ഏതൊക്കെയോ വിമാനമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പിറകെ ഇങ്ങനെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ മെനു നോക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഇവിടെ നമുക്ക് ഒരു ടാബ് പോലൊരു സാധനം ഉണ്ട്, ഇതുണ്ടോ? ഊരിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അറിയത്തില്ല. ഊരിയെടുക്കാൻ പറ്റുമായിരിക്കും. പ്രസ്, അതെ, ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് പൊളിച്ച് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുത്ത് വീട്ടിൽ കൊണ്ടാൻ പറ്റില്ല കേട്ടോ. ഊരിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാം. അതിനുവേണ്ടിയാണിത്. ഇതിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാനല്ല, ഓൺ ആക്കാനും ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കും. എന്തൊക്കെയോ കുറേ സ്വിച്ചുകളും ബാക്കിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് ഡുവറ്റ്, നമ്മുടെ ബെഡ് സെറ്റാക്കുന്നതിന് വേണ്ടിയുള്ള ഡുവറ്റ്. അതായത് ഇത് ശരിക്കും ഇത് ഫുൾ ലൈ ഫ്ലാറ്റ് ബെഡായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കിത് ഡോറൊക്കെ അടച്ച് നമുക്ക് ഒരു പ്രൈവറ്റ് റൂം പോലെ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു റൂമെന്ന് പറയുന്നത്. അപ്പോൾ അത് രാത്രി യാത്രകളിലൊക്കെ നമുക്ക് ഇവരിത് ഡുവറ്റ്. ഇവിടെ കണ്ണാടിയുണ്ടോ? പിന്നെ ഇവിടെ വേറെ പില്ലോ, ഇത് വലിയ മാട്രസ്. ഇത് പില്ലോ അല്ല, മാട്രസ്. പിന്നെ ഇത് പുതയ്ക്കുന്ന ഡുവറ്റ്. പിന്നെ വേറെ എന്നാ വേണ്ടേ? ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇതെന്താ സംഭവം? ഇത് നമ്മുടെ എയർബസ് 350 പോലെ തന്നെ, എയർ ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ഞെക്കാനും താക്കാനും പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഞെക്കി കഴിയുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ അടയുകയും താഴെയും പോകുകയൊക്കെ ചെയ്യും. ഈ സെയിം ഫീച്ചർ നമ്മുടെ 350 ഇവിടെ തായ് എയർവേസിൻ്റെ കുറേ ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട്, തായ് എയർവേസിൻ്റെ. പിന്നെ ഇവിടെ താഴെ നമ്മളിവിടെയാണ് നമ്മുടെ ബാഗൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമയൊക്കെ കാണാൻ വേണ്ടിയുള്ള സാധനം. ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ്സെറ്റാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ എമിറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, എന്തോന്നറിയത്, എൻ്റെ കീഴിലെ കാണുമ്പോൾ തന്നെ എന്നാ ക്വാളിറ്റിയാന്ന് നോക്കി ഈ സാധനത്തിന്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്തായാലും ഒരു കിഡിലൻ നോയിസ് ക്യാൻസലേഷനൊക്കെയുള്ള അടിപൊളി ഒരു കിടുക്കാച്ചി ഹെഡ്സെറ്റാണ്. ഇത് പൊളി. ഇത്രയും കാശൊക്കെ കൊടുത്ത് പോകുന്നതല്ലേ, അപ്പോൾ അതനുസരിച്ച് എല്ലാ സംഭവങ്ങളും കിട്ടും കൈസ്. പിന്നെ ഇവിടെ വലിയൊരു മാഗസിൻ ഉണ്ട്. ഈ മാഗസിനകത്ത് ഇത് ഡ്യൂട്ടി ഫ്രീ മാഗസിനാണ്. വിമാനത്തിൽ നിന്നും ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാഗസിനിൽ നിന്നും നോക്കിയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അതാണ് ഈ മാഗസിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് എല്ലാ സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഫ്ലൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ റെഡി ആയിട്ട് റൺവേയിലേക്ക് കയറുകയാണ്. ഇത് നമ്മുടെ 380യുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ മാനുവൽ. പിന്നെ നമ്മുടെ സീറ്റിൽ ഒരു വലിയൊരു പില്ലോ വെച്ചിട്ടുണ്ട്. പില്ലോ എന്ന് പറയുമ്പോൾ എന്ത് സോഫ്റ്റ് പില്ലോ എന്നറിയോ? ഈ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എമ്മാതിരി സോഫ്റ്റ് പില്ലോ, ഇത്ര സോഫ്റ്റ് പില്ലോ. ഇതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് കഴിയും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത്ര അടിപൊളി പില്ലോ നോക്കി, എന്ത് സോഫ്റ്റ് പില്ല. അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്, അവർക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരാൾ ഇവിടെയും ഒരാൾ അപ്പുറത്തും, പിന്നെ അവരുടെ അമ്മയുണ്ട്, അവർ പുറകിലും ഇരിക്കുന്നത്. അവരെത്ര പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. അങ്ങനെ നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. യെസ്, ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും
ഹോങ്കോങ്ങിനെ ലക്ഷ്യമാക്കി എമിറേറ്റ്സിൻ്റെ A380 വിമാനം ആ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പറന്ന് മുങ്ങിയിരിക്കുകയാണ്. അറിയത്ത് പോലുമില്ല കേട്ടോ ഈ 380യുടെ ഒരു ഗുണമാണ്, നമ്മൾ അറിയത്തേ ഇല്ല. നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള സൈനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഡിസ്പ്ലേയുടെ മുകളിൽ ഈ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ പവർ സോക്കറ്റ് ഉണ്ട്, നമുക്ക് ലാപ്ടോപ്പും മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് അവർ നോക്കത്തേ ഇല്ല ബേസിക്കലി, മനസ്സിലായില്ലേ? അതായത് ഇതിപ്പം എൻ്റെ ഈ പെട്ടി ഉണ്ടല്ലോ, ഈ പെട്ടിക്ക് ഏകദേശം ഒരു 8 കിലോ ഉണ്ട്, ഇതൊരു 3-3.5 കിലോ ഉണ്ട്, 10-12 കിലോ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് 10 കിലോ അലവൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത് ഇൻഡിഗോ ആണെങ്കിലും എയർ ഇന്ത്യ ആണെങ്കിലും സിംഗപ്പൂരെ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ പ്രീമിയം റേറ്റിലൊക്കെ നമ്മൾ കൊടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊന്നും ദേ നെവർ മൈൻഡ്, അവർ നോക്കത്തേ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അവർ കണ്ണടച്ച് വിടും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടിയൊക്കെ. നമ്മളിവിടെ നിന്ന് 1600 കിലോമീറ്റർ ഉണ്ട് ഹോങ്കോങ്ങിലേക്ക്. 2 മണിക്കൂർ 19 മിനിറ്റാണ് ഹോങ്കോങ്ങിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. ഇതിങ്ങനെ ഫുള്ള് ബ്ലൈൻഡ്സ് ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. കംപ്ലീറ്റ് നമുക്ക് ബ്ലൈൻഡ്സ് ഫുൾ ഇടാം. ഇനി ഈ ബ്ലൈൻഡ്സ് നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 3 ബ്ലൈൻഡ്സും കൂടെ ഒരുമിച്ച് താഴെ, കണ്ടില്ലേ? 3 കണ്ണാടിയാണ് എനിക്കുള്ളത് കേട്ടോ. ഇത് 3 കൂടെ ഒരുമിച്ച് താഴും. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 കൂടെ ഒരുമിച്ച് പോകും. ബ്യൂട്ടിഫുൾ. ഇനി വേണമെങ്കിൽ 3ഉം ഇൻഡിവിജ്വലി വേണ്ട കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇത് അപ്പുറത്ത് മാത്രമായിട്ട് താഴും, പിന്നെ നടുക്കത്ത് ഞെക്കി കഴിഞ്ഞാൽ നടുക്കത്തെ മാത്രമായിട്ട് താഴും. അങ്ങനെയൊക്കെ വേണം കൺട്രോൾ ചെയ്യാം കേട്ടോ കംപ്ലീറ്റ്. ഇവിടെ 1-2 ഇത് ഫുൾ സ്വർണത്തിൻ്റെ കോട്ടിങ് പോലെ തന്നെ സെറ്റപ്പ്. എനിക്ക് ഇത് കണ്ടില്ലേ, അതും ലൈറ്റ് ആണെങ്കിലും ഗോൾഡൻ ലൈറ്റ്. ഇതിങ്ങനെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്ന ലൈറ്റ്. പിന്നെ ഇത് AC വെൻ്റാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, കൂളിംഗ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഒരു AC വെൻ്റുണ്ട്, നമുക്ക് മുഖത്തോട്ട് വേണമെങ്കിൽ കൂളിംഗ് സെറ്റാക്കുകയാണെങ്കിൽ അത് ചെയ്യാം. അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഒരു മാഗസിൻ ഇറക്കുന്ന പോലെയാണ് ഇവർ മെനു കാർഡ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ഗംഭീര ഒരു മെനു കാർഡ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിമാനത്തിൽ നമുക്ക് ഭക്ഷണമുള്ളത്. തായ് ഫുഡുണ്ട്, എമിറാത്തി ഫുഡുണ്ട്, പിന്നെ വെജിറ്റബിൾ ലസാന എന്നും പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ ഫുഡുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ക്യാവിയർ പിന്നെ അവർ സിഗ്നേച്ചർ ഓഫറിംഗ് ആണല്ലോ. എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ക്യാവിയർ കഴിക്കുക എന്നുള്ളത് ഒരു മെയിൻ തിങ് ആണ്. പിന്നെ വൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ സാധനം ഉണ്ടോ, ഡോം പെരിഗ്നോൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം. ഇത് അത്യാവശ്യം വിലയുള്ള ഒരു ഷാമ്പെയിനാണ്. ഇത് ഒരു 2-3 ഗ്ലാസ് കുടിച്ചാൽ തന്നെ ടിക്കറ്റിൻ്റെ പൈസ മുതലാവും, അങ്ങനെ വേണേൽ പറയാം. സോ ഇത് ആക്ച്വലി ഒരു കിഡിലൻ ഷാമ്പെയിനാണ്, ഡോം പെരിഗ്നോൺ. പിന്നെ വൈറ്റ് വൈൻ ഉണ്ട്, പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വൈൻ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 10-15 മണിക്കൂർ നീണ്ട വിമാനയാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ വൈൻ കളക്ഷനും സ്പിരിറ്റ് കളക്ഷനും ഇത് എന്തോരമാണ്. ഇത് നോക്കി, ഓസ്ട്രേലിയൻ വൈൻ, ഫ്രാൻസിൽ നിന്നുള്ള വൈന്, ന്യൂസിലാൻഡിൽ നിന്നുള്ളത്, പിന്നെ ഷാംപെയിൻ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പാർക്ലിംഗ് വൈൻ ഉണ്ട്. കമോൺ മാൻ, പ്രീമിയം കോണിയാക്ക്, പിന്നെ ബ്ലൂ ലേബിളൊക്കെ ഉണ്ട് വിമാനത്തിൽ. എൻ്റെ ദൈവമേ, ബ്ലൂ ലേബിളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഷാംപെയിൻ മാത്രമല്ല, റോയൽ സല്യൂട്ട് 21 year old സ്കോച്ച് വിസ്കി, ബ്ലൂ ലേബിളൊക്കെ എന്ത് വിലയുള്ള സാധനം. ഡാൽമോർ, ഗ്ലെൻമൊറാഞ്ചി, പിന്നെ വുഡ്ഫോർഡ് റിസർവ്, ബക്കാഡി റമ്മ്, വോഡ്ക, ജിന്ന്. ഇനി അതൊന്നും പോരാത്തതിന് കുറേ കോക്ടെയിൽസ് ഉണ്ട്. ബ്ലഡി മേരി, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോക്ടെയില്, പിന്നെ ബിയറുണ്ട്, പിന്നെ ഇതെന്തൊക്കെയാണോ. ഇനി ആൽക്കഹോളിക് ഡ്രിങ്ക് ഒന്നും വേണ്ടാത്തവർക്ക് മോക്ടെയിൽസ്, ചായ, കാപ്പി. Will actually go for the champagne, so I'll go for that. Caviar, and then I'll go for the Arabic meze. Then I'll take the turmeric roasted chicken. Thank you. രക്ഷയിലാണ് ഇടില്ല നേടി ഒരു രക്ഷയില്ലാത്ത ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിക്കാം. ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതെന്തായിരിക്കും, ഇതൊക്കെ കൊണ്ടാ വീട്ടിൽ കൊണ്ടായിരിക്കും കേട്ടോ. അതൊക്കെ ഇതെല്ലാം കൂടെ പുറക്കെടുത്തിട്ട് വീട്ടിൽ കൊണ്ടാ. അതിനാണ് സദ്യ വന്നത് ആദ്യമേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പുറക്കെടുത്തിട്ട് കൊണ്ടുപോകും. Thank you. Where are you from? Paris. Sorry? France. Paris. Paris. Yeah.
ഓക്കെ ചിയേഴ്സ് ഗൈസ്. ഷാമ്പെയിൻ വീണ്ടും ഒരു ഗ്ലാസ് കൊടുത്തു തന്നിരിക്കുകയാണ്. ഇത് ഫുൾ ഷാമ്പെയിൻ്റെ കളിയാണ്. ഷാമ്പെയിൻ അടിച്ചാൽ കിട്ടിയും. സോ അങ്ങനെ നമുക്ക് ഷവർ റൂം ആക്സസ് കിട്ടിയിരിക്കുകയാണ്. അരമണിക്കൂർ സമയമാണ് നമുക്ക് ഷവർ റൂമിന് ആക്സസ് കിട്ടുന്നത്. ഈ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അതാണ് നമുക്കൊരു പ്രൈവറ്റ് ഷവർ റൂമാണ് നമുക്ക് കിട്ടുന്നത്. 35,000 അടി ഉയരത്തിൽ, വിമാനത്തിൽ, ആകാശത്തിൽ. ശരിക്കും ഇവിടെ ആകാശം കൂടെ കാണണമായിരുന്നു. അത്തരത്തിലുള്ള ഷവർ വേണമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഷവർ റൂമാണ് നമുക്കിവിടെ കാണുന്നത്. ദൈവമേ, ടർബുലൻസ് ഉണ്ടല്ലോ, എന്നാ ചെയ്യും, കുഴപ്പമില്ല. ഇവിടെ ഒരു ഹാങ്ങർ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് മിററാണ്. നോക്കിയാൽ അതും നീറ്റ് ആൻഡ് ക്ലീൻ, കിടുക്കാച്ചി മിറർ, ഫുള്ള് മിററാണ്. കണ്ടില്ലേ, എല്ലായിടത്തും മിററാണ്. നോക്കിയാൽ മിററോടെ മിറർ. പിന്നെ ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട്. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ച് തലയൊക്കെ ഉണക്കാം. പിന്നെ ഇവിടെ അമ്യൂണിറ്റീസ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറേ അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് ഷേവിങ് കിറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ താഴെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഷവർ റൂം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 10 മിനിറ്റ് നേരം നമുക്ക് കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ട്. ഇതിനകത്ത് ഷവർ ലിറ്ററലി യു വിൽ ഗെറ്റ് വാട്ടർ. നോക്കട്ടെ, ഞെക്കി കഴിഞ്ഞാൽ ഷവർ ഓൺ. കണ്ടോ 10 മിനിറ്റ് നേരം നിങ്ങൾക്ക് വെള്ളം കിട്ടും ഗൈസ്. നോക്കൂ, 10 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടും. ഇതിനകത്ത് ഓക്സിജൻ മാസ്ക് ഉണ്ട്. എന്തെങ്കിലും അപായം വരികയാണെങ്കിൽ ഓക്സിജൻ മാസ്കും പരിപാടികളൊക്കെ ഉണ്ട്. സോ യു വിൽ ഗെറ്റ് ദാറ്റ്. പിന്നെ ഇവിടെ നമുക്ക് പല്ല് തേക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. നമുക്കൊരു വാഷ് ബേസിൻ, അതിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം, പിന്നെ ഒരു മിറർ, വലിയ അസാധ്യ മിറർ. പിന്നെ ഇവിടെ ടവൽസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്, ടിഷ്യൂ പേപ്പർ ഒന്നുമല്ല. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ്, അതേപോലെ തന്നെ ഹാൻഡ് ക്രീം, പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും കുറേ അമ്യൂണിറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന അമ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സോപ്പ്, ഷേവിങ് കിറ്റ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഡ്രസ്സ് മാറാം. വീട്ടിലെ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് നോക്കി, 41,000 അടി ഉയരത്തിൽ, നോക്കി 41,000 ഫീറ്റ്. നമ്മളിപ്പം ഹെഡിങ് ടു ഹോങ്കോങ്. ടവലൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ കാണുന്ന പൂ വരെ ഒറിജിനലാണ് കേസ്. ഇവിടെ കംപ്ലീറ്റ് ഒറിജിനലിൻ്റെ കളികളേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ കളികളൊന്നുമില്ല. എല്ലാം ഒറിജിനൽ പൂക്കൾ. എനിക്ക് ശരിക്കും ലിറ്ററലി ഈ 2 മണിക്കൂറത്തെ വിമാന യാത്രയിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കുളിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. വേണ്ട. ഇനി 40,000 അടി ഉയരത്തിൽ നിങ്ങൾക്ക് 1-2 സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആകാശം കണ്ടുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ വിമാനത്തിൻ്റെ എൻജിനൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് കാര്യം സാധിക്കാനുള്ള സൗകര്യം വരെ ഈ വിമാനത്തിലുണ്ട്. വേറെ എന്നാ വേണം? ഇത്രയും പോരെ. ഇത് കൊള്ളാം. ലൂ വിത്ത് എ വ്യൂ, അത് അടിപൊളിയല്ലേ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഗ്ലാസ്സിൽ ടർബുലൻസ് കാരണം എൻ്റെ ഷാമ്പെയിൻ അവിടെ ഇരുന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാമ്പെയിൻ. ദൈവമേ, സമയം പോകുന്ന അറിയുന്നില്ല. ഇനി 1 മണിക്കൂർ 42 മിനിറ്റും കൂടെ ഉള്ളൂ. അയ്യോ, അവിടെ ഒരു കുഞ്ഞു വാവ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്സ് മീൽ നോക്കി, കിഡ്സ് മീലൊക്കെ അവർ സെർവ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സമ്മതിക്കണം. ആ പിള്ളേരൊക്കെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഈ സീറ്റിന് കുറേ കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ചാരി കിടക്കാനും പിടിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ശരിക്കും ലോങ് ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഇവർ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തരും. ഇതിപ്പോൾ നമുക്ക് അതിനുള്ള സമയം നഹിഹേ. അങ്ങനെ നമ്മുടെ ഭക്ഷണം വിളമ്പുന്നതിന് സമയമായി. ട്രേ ടേബിളൊക്കെ നോക്കുക ഗൈസ്, രാജകീയം, റോയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ, ബിസിനസ് ക്ലാസ്സിൽ പോലും ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. എമിറേറ്റ്സിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്. എക്കണോമിയിൽ മാത്രമേ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളൂ. സോ ഇത് ട്രൂലി റോയൽ, ഇതൊരു രക്ഷയില്ല. പുളി എന്ന് പറഞ്ഞാൽ പുളി, കിടു എന്ന് പറഞ്ഞാൽ കിടു. ഇവർ ഈ ചെറിയ പൈസയ്ക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സൊക്കെ ഓടിക്കുന്നതുകൊണ്ട് ഇത് ഫുള്ളാണ്. ഈ ഫസ്റ്റ് ക്ലാസ് ഫുള്ളാണ്. എന്നാലും ശരിക്കും എല്ലാ ക്യാബിനകത്തും ആൾക്കാരുണ്ട്. ഇത് ശരിക്കും എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറയും. അതായത് ഒരു രാജ്യത്തിൻ്റെ വിമാനം മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരെ എടുത്ത് 3ാമത്തെ ഒരു രാജ്യത്തേക്ക് പോകുന്ന ഒരു പരിപാടിക്കാണ് 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഫ്ലൈറ്റ്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ദുബായിൽ നിന്നും ബാങ്കോക്കിൽ വന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ അടുത്ത് ഹോങ്കോങ്ങിലേക്ക് പോകും. പക്ഷേ അതേ ഫ്ലൈറ്റ് ഹോങ്കോങ്ങിൽ നിന്നും ബാങ്കോക്ക് വഴി ദുബായിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന
വിമാനങ്ങൾക്കാണ് 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. UAE ബേസ്ഡ് ആയിട്ടുള്ള ഈ എയർലൈനിന് ഹോങ്കോങ്ങിൽ നിന്നും ബാങ്കോക്കിലേക്കും ബാങ്കോക്കിൽ നിന്നും ഹോങ്കോങ്ങിലേക്കും ആളുകളെ എടുത്ത് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രീഡമാണ്. അത് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു പേരാണ് 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ അത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ അഫോർഡബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് യാത്ര 380 വിമാനത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേറെ ഒരു 2-3 ലക്ഷം രൂപ ചിലവഴിക്കാതെ പറ്റത്തില്ല. ഈ ഒരു വിമാനയാത്ര ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും ബാങ്കോക്ക് ടു ഹോങ്കോങ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 70,000 രൂപയാണ്. പണ്ട് 50,000 ഉണ്ടാവുള്ളൂ, ഇപ്പം കൂടി 70,000 റുപ്പീസ് ഫസ്റ്റ് ക്ലാസ്സിന്. ഇത് ഞാൻ ബാങ്കോക്ക് ടു ഹോങ്കോങ് എടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ റിട്ടേൺ ഇതേ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് എടുത്തു. അപ്പം അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ്സും തിരിച്ച് ബിസിനസ് ക്ലാസ്സും ഞാൻ എടുത്തിരിക്കുന്നത് 75,000 രൂപയ്ക്കാണ്. അതൊരു ഭയങ്കര ലോട്ടറി ഡീലാണ്. ആ ഡീലിന് വേറെ എവിടെയും പ്രൈസ് കിട്ടത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ടിക്കറ്റ് എടുത്താൽ മതി. വേറൊരു റൂട്ടിലും ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഫുൾ സർവീസ് കാവിയർ മീൽ അടക്കം ട്രാവൽ ചെയ്യാൻ കിട്ടില്ല, ഗ്യാരണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആണ് ബാങ്കോക്ക് ടു ഹോങ്കോങ് റൂട്ടിലുള്ളത്. Right up back. Okay. Okay. Oh, wow. ഇതാണ് ഇവരുടെ ബിസിനസ് ക്ലാസ്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇതിനകത്താണ് വരുന്നത്. ഇതും ഫുൾ ആണല്ലോ. ചെറിയ പൈസക്കല്ലേ ഇതൊക്കെ സെല് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇത് ഫുൾ ആവാണ്ടിരിക്കുവോ? ഞാൻ ബാക്കിൽ പോയി ബാർ നോക്കട്ടെ. ഇതാണ് ഇവരുടെ ബാർ. ബാക്ക് സൈഡിലെ ആ ഒരു ബിസിനസ് ക്ലാസിന്റെ ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ഡ്രിങ്ക് ഒക്കെ കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സോഷ്യലൈസ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. സോ അതിനു വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഈ ഒരു അപ്പർ ഡെക്ക് കംപ്ലീറ്റ് ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും അങ്ങനത്തെ പരിപാടികൾ മാത്രമാണ്. പിന്നെ ഇവിടെ ഒരു TV ഒക്കെ ഉണ്ട്. ഈ TV-യിൽ നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം. അതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ദിസ് ഈസ് നൈസ്. ഇതൊരു ഗംഭീര സംഭവം കേട്ടോ. ഇത് ലോകത്തിലല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിമാനത്തിൻ്റെ ബാക്ക് സൈഡാണ് വ്യൂ കിട്ടുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ വിമാനത്തിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലാണ് നമുക്ക് ഈ ഒരു ബാർ ഇവർക്കുള്ളത്. ശരിക്കും ഈ ഒരു ബാർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യണമെന്നൊന്നുമില്ല, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്താൽ മതി. ബിസിനസ് ക്ലാസ്സിൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഫസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം നമ്മുടെ ടേബിളിൽ കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മുടെ സീറ്റിൽ കൊണ്ടുതരും. അപ്പോൾ ഇത് എന്തോരം ബിസിനസ് ക്ലാസ് സീറ്റുകളാണെന്ന് എനിക്ക് ഇതിൻ്റെ, അതായത് ഈ വിമാനത്തിൻ്റെ അപ്പർ ഡെക്ക് കംപ്ലീറ്റ് ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും മാത്രമേ ഉള്ളൂ. അത് ഇതെല്ലാം ഫുള്ളാണ്. നോക്കി ഇത്രയും റേറ്റ് കുറച്ച്, അതായത് 25,000-30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റും ബാങ്കോക്കിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക്. ഇതിൻ്റെ സീറ്റിൻ്റെ സൈഡിൽ ഇവിടെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു സംഭവമുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ മറ്റേ സാധാരണ നമ്മൾ വിമാനത്തിൽ കാണുന്ന പോലത്തെ കൺട്രോളില്ലേ, അതുകൊണ്ട് എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കി. ഇവിടെ ഇത്, ഇവിടെ ഇത്, അവിടെ അത്, ഇവിടെ ഇത്, മൊത്തത്തിൽ അതും ഇതുമാണ് കേസ്. ഇത് നോക്കിയേ എന്തോരം വലിയൊരു ടേബിൾ ക്ലോത്താണ് കൊണ്ട് വിരിച്ചിരിക്കുന്നത് നോക്കി. ഇനി ഇതിൻ്റെ മേളിൽ കംപ്ലീറ്റ് ഇപ്പോൾ അവർ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നിരത്തും. ഇനി 1 മണിക്കൂർ 20 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ വിമാനത്തിൽ. അയ്യോ ദൈവമേ, പതുക്കെ പോയാൽ മതി, പതുക്കെ പോയാൽ മതി. ഇത് പൊളിച്ച് എന്താണ്. ഓക്കെ, ഈ ഡോർ അടയ്ക്കാം. ഡോർ അടയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങനെ അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോർ അടയ്ക്കാം. ഫുൾ പ്രൈവസിയോട് കൂടി ഇരിക്കാം ഗൈസ്, ഫുൾ പ്രൈവസി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അറബിക് മെസ്സേ ആണോ എന്തൊക്കെയോ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് ക്യാവിയർ, ദ സിഗ്നേച്ചർ ക്യാവിയർ ഓഫ് എമിറേറ്റ്സ് ഫ്ലൈറ്റ്. പിന്നെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ സ്പൂൺ തന്നെ നോക്കിയാൽ ചെറിയ സ്പൂണ്, പിന്നെ വേറെ എന്തോ സ്പൂൺ, ഇത് ക്യാമറ കഴിക്കാൻ വേണ്ടിയുള്ള സ്പൂണാണെന്ന് തോന്നുന്നു. പിന്നെ വേറെ കുറേ സ്പൂണ്, ഒരു ഗ്ലാസ് സ്പാർക്ക്ലിംഗ് വാട്ടർ. പിന്നെ ഇത് കല്ലുപ്പാണ്. കല്ലുപ്പ് നമ്മൾ പൊടിച്ച് ഇതാക്കണം. ഇത് പെപ്പറാണ്, അത് നമ്മൾ ക്രഷ് ചെയ്യണം. പിന്നെ ഇവിടെ ബട്ടറുണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, ക്യാവിയർ. സ്റ്റാർട്ടിങ് വിത്ത് ക്യാവിയർ. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇത് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി മീൻ മുട്ടയാണ് ബേസിക്കലി സംഭവം. ക്യാവിയർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അടിപൊളി, കിടിലൻ ടേസ്റ്റ്. ഇത് ചുമ്മാ കഴിക്കുകയല്ല,
എന്തൊക്കെയാ വെച്ച് കഴിക്കണം, അതിന് ടേസ്റ്റ് എന്നാലും ടേസ്റ്റ് ഉള്ളൂ. ഇത് ഇതിനകത്ത് എടുത്തിട്ട് കഴിക്കണം. ഈ സാധനം എടുത്തിട്ട് ഈ ഒരു നെല്ല് വെക്കാം. ഇത് വെച്ചിട്ട് കുറച്ച് ലെമണൊക്കെ അതിൻ്റെ മേളിലിടാം. ലെമണൊക്കെ അതിൻ്റെ മേളിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കാം. പുറത്ത് ഭയങ്കര മഴയോ എന്തൊക്കെയോ പെയ്യാണെന്ന് തോന്നുന്നു. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു ഗൈസ്. 1 മണിക്കൂർ എന്നൊക്കെ ദേ വന്ന് ദാ പോയി എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് പ്രശ്നം. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഷാമ്പെയിൻ ഇത് നമ്മൾ തീരെ സമ്മതിക്കൂല. അതിങ്ങനെ തീരുന്നതിന് മുമ്പ് അതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. ചോദിക്കാൻ പറയൊന്നുമില്ല, കൊണ്ടങ്ങ് ഫില്ല് ചെയ്യുവാണ്. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. എക്കണോമിയിലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം തരുമോ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ചോദിക്കണ്ട ഗൈസ്, എല്ലാം തരും, ചോദിക്കാതെ തരും. ഈ ക്യാവിയർ ഉണ്ടല്ലോ, ഇതിനൊരു സോൾട്ടി ടേസ്റ്റ് ആണ്. ഒരു സോൾട്ടി ഒരു ചെറിയൊരു പുളിയുള്ള പോലത്തെ ഒരു ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഈ കട്ട്ലറീസ് കണ്ടോ, ഇതൊക്കെ ഏതോ വലിയ ബ്രാൻഡിൻ്റെ കട്ട്ലറീസ് ആണ്. റോബർട്ട് വെൽച്ചോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട്, എനിക്ക് അറിയാലേ, ഏതോ വലിയ ബ്രാൻഡാണ്. ഫോർ എമിറേറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് കാണാം. നല്ല അടിപൊളി കിഡിലൻ കട്ട്ലറീസ്. വീണ്ടും ടർബുലൻസ് എൻ്റെ ഷാമ്പെയിൻ കുലുങ്ങി തുടങ്ങി. ഞാനിങ്ങനെ ഓരോന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് കണ്ടില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയുണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇത് എന്തൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ക്യാവിയർ എടുത്തുകൊണ്ട് പോയി, അല്ല കഴിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ള എടുത്തുകൊണ്ട് പോയി. ഇനി അടുത്ത സംഭവങ്ങളൊക്കെ കൊണ്ടുതരും. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. That's Arabic messy, right? Yes, Arabic. This is too much. I mean, it's a show. Do you want? Yeah. Okay, No, I'll taste everything a little bit. Yeah, and then I bring the chicken. Yeah. അങ്ങനെ നമ്മുടെ അറബിക് മെസെ കൊണ്ട് തന്നിരിക്കുകയാണ്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ് അറബിക് മെസെ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അറബിക് മെസയിൽ വരുന്ന സാധനങ്ങൾ. ഇത് ടർക്കിഷ് മെസെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം സെയിം സംഭവങ്ങളാണ്. ഇതിനകത്ത് ഈ കാണുന്ന കുറേ സംഭവങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം നമുക്ക് കഴിച്ചു തീർക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇതൊക്കെ കുറേശ്ശെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ, അത്രയൊക്കെ പറ്റുള്ളൂ. ഇത് ശരിക്കും ഈ കാണുന്ന ബ്രെഡില്ലേ, ഈ കാണുന്ന ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് കൂട്ടി കുഴച്ച് കഴിക്കണം എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് എല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. ഇപ്പം അത് കഴിഞ്ഞിട്ട് അവർ മെയിൻ കോഴ്സ് കൊണ്ടുവരും. ഇനി 50 മിനിറ്റും കൂടെ ഉള്ളു ഗൈസ്, തീരാറായി. ഗൈസ് ഞാനിത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എനിക്കറിയത്തില്ല. ഞാനിത് കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇച്ചിരി കഴിച്ചു. ഇനി എനിക്ക് കൂടുതൽ കഴിക്കാതെ പറ്റത്തില്ല. ഇനി മെയിൻ കോഴ്സ് വരാം, അതുകൊണ്ട് കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ഫുൾ അടച്ച് പ്രൈവസി ആയിരിക്കും. കിട്ടു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. കാശുണ്ടായാലും എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ് ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് വേറെ ലക്ഷറി വേറെ ഏതെങ്കിലും വിമാനത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദിസ് ഇസ് കിടു. എല്ലാം ഒടുക്കുന്ന ടേസ്റ്റ് ആട്ടോ. ഇതൊക്കെ ബാങ്കോക്ക് നിന്ന് കയറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ മേളിൽ വെച്ചിരിക്കുന്നില്ല, വാൾനട്ട്. Yeah, sure. Thank you. Thank you. വീണ്ടും ഷാമയും കൊണ്ട് ഒഴിച്ചു തന്നു, കുടിപ്പിച്ച് കിടത്തു വന്നു, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട് കഴിച്ചു. എല്ലാം അതിന് ഒടുക്കത്തെ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എന്ത് ടേസ്റ്റ് ആണ് ഇതിലെല്ലാം. ഞാനെല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മൊത്തം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ ടിക്കറ്റ് ചാർജ് ഷാമ്പെയിൻ കുടിച്ച് മുതലാക്കിയിട്ടുണ്ട്. ഞാൻ അപ്പനും മാത്രം ഷാമ്പെയിൻ കുടിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ കോഴ്സ്. ഇത് ചിക്കൻ വിത്ത് ടർമറിക് സോസ് ആൻഡ് വൈറ്റ് റൈസ്. ഇതാണ് സംഭവം. ഇത് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ എങ്ങനെ കഴിക്കുക, കത്തി വെച്ച് മുറിച്ച് വേണം. ഇത് തായ് സ്റ്റൈൽ ഫുഡാണ്. ചിക്കൻ വിത്ത് ടർമറിക്. താങ്ക് യു. എന്തൊക്കെയോ ഇടക്കിടയ്ക്ക് തരുന്നുണ്ട്. എന്താ കൊടുക്കുന്നത്? ഇത് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ വീട്ടിൽ കൊണ്ടാൻ വേണ്ടി തരുന്നതാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ വീട്ടിൽ വരച്ച് ഇതെല്ലാം വേണം എടുത്തോണ്ട് പോകാം. എല്ലാം വീട്ടിൽ വാരി എടുത്തോണ്ട് പോകാം. എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയോ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ഫുഡ്, ഒടുക്കത്തെ ക്വാളിറ്റി. ഇതാണ് എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്ന അമ്യൂണിറ്റി കിറ്റ്. ഇത് ബൾഗറി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, ബൾഗറി ഭയങ്കര എക്സ്പെൻസീവ് ബ്രാൻഡാണ്. അതിൻ്റെയാണ് ഈ അമ്യൂണിറ്റി കിറ്റ്. അതിൻ്റെ ബാഗാണ്
എങ്ങനെ പോയാലും ഇതിന് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. ഈ ഒരു ബാഗൊക്കെ വാങ്ങാൻ കിട്ടൂല. ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ പോലും ഇതിന് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം. ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് കുറേ സാധനങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും ഒരു ഹോട്ട് ടവൽ കൊണ്ട് തന്നു. ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ടവൽ കൊണ്ട് തരും. It's good. I'm full. Yeah, that's right. Yeah, I had food from the lounge. I had so much of food to eat. Emirates. Yeah. Classics. Yeah. Yeah. So now you're gonna enjoy in Hong Kong now. I'm gonna stay there for 2 nights. Tonight. Yeah. First time? So, be there. I'm going to Hong Kong only to experience this. Yeah. Of course. And I'm returning the same flight after 2 days. Okay. Yeah. Yeah. So. Yeah. Thank you so much. Yeah. നമുക്കിനി 34 മിനിറ്റും കൂടെ ഉള്ളു ഗൈസ് ഹോങ്കോങ് എത്താനായിട്ട്. എമിറേറ്റ്സിന്റെ 380 താഴെ നിന്ന് ഈ പടികൾ കയറി വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മെയിൻ സംഭവം, മനസ്സിലായില്ലേ? ഇവിടെ സീറ്റ് ഉണ്ട് ഇവിടെ വരെ. പ്രീമിയം എക്കണോമി ആയിരിക്കും. ഇതാണ് കോക്പിറ്റ്. ഈ കാണുന്നതാണ് കോക്പിറ്റ്. അവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നത്. ഇതിലൂടെ ഇങ്ങനെ കയറി വന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഞാൻ നേരത്തെ ടോയ്ലറ്റിൽ വന്നപ്പോൾ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഷവർ റൂമിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഷവർ മാത്രമല്ല ഗൈസ്, ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇത് കണ്ടാ പറയോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടാ പറയോ? ഇല്ലല്ലോ, ഉണ്ടോ? ഇത് അതിന്റെ മേളിൽ നേരത്തെ ഇരുന്നത്, പക്ഷെ എനിക്കത് മനസ്സിലായില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. ഈ ഒരു ബാത്റൂമില് കുളിച്ചില്ല, ബാക്കിയെല്ലാം അതായത് കുളിച്ചില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. കുളിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. സമയം ഉണ്ടായിരുന്ന കുളിക്കായിരുന്നു. ഇനിയിപ്പം മുകളിലേക്ക് താഴേന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വെൽക്കം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ അടച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ആരും കാണൂല. കണ്ടില്ലേ, ഡു നോട്ട് ഡിസ്റ്റർബ്, ഇതേപോലെ ഇരിക്കും. അതാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്. അങ്ങനെ ഫുഡ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മാത്രമുള്ള കേസ്. ഇനിയിപ്പോൾ എത്ര മിനിറ്റ്? 27 മിനിറ്റ് ഉണ്ട് ലാൻഡ് ചെയ്യാനായിട്ട്. 27 മിനിറ്റ് സമയം നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാൻ? ലാൻഡ് ചെയ്യാൻ പോവാ, ഡിസെൻഡ് ചെയ്ത് തുടങ്ങി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇറ്റ്സ് വെരി ഗുഡ്, റിയലി ഗുഡ്. ക്യാബിൻ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരിയാണ്. ഷീ ഈസ് റിയലി ഗുഡ്. ലോങ്ങർ ഫ്ലൈറ്റിൽ ഞങ്ങളോട് ജോയിൻ ചെയ്യും, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്. ലോങ്ങർ ഫ്ലൈറ്റിൽ വരണം, നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും ഇവിടെ ഇരുന്ന ഡയറി, പേന, പിന്നെ അതിനകത്തിരുന്ന ടോയ്ലറ്ററീസ്, അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. എന്തൊക്കെ വേണം അതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാം. അങ്ങനല്ല, ഇതൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്തൊക്കെല്ലാത്തൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. ഇത്രയും കാശ് മുടക്കി ട്രാവൽ ചെയ്തിട്ട് അയ്യോ. പക്ഷെ ആ എൻജോയ്ഡ്. ഓക്കെ, അടിപൊളിയാണ്. ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ ഞാൻ എൻജോയ് ചെയ്തു. എന്തായാലും ഇതൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിരുന്നു എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവം. ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമാണ്. രണ്ടാമതാണ് ഞാനിപ്പോൾ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് ടൈപ്പാണ്. രണ്ടും അടിപൊളിയാണ്. ഇത് കുറച്ചുകൂടെ നല്ലതാണ്, പക്ഷെ മറ്റത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. അത് ഇതുപോലല്ല, ഇതിൽ സ്പേഷ്യസ് ആണ്. ഇനി എനിക്ക് എത്തിഹാദിൻ്റെ റെസിഡൻസ് ട്രൈ ചെയ്യണം. അത് താങ്ങൂല, അത്രയ്ക്ക് പൈസയാ. നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാവും, അന്നേരം ട്രൈ ചെയ്യാം. അതിന് വേറെ ഇതേപോലെയുള്ള 5th കൺട്രി റൂളോ പരിപാടികളോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം എപ്പോഴെങ്കിലുമൊക്കെ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായ എമിറേറ്റ്സ് എന്ന് മാത്രമല്ല, എയർബസ് A380 എമിറേറ്റ്സിന് മാത്രമല്ല ഉള്ളത്, സിംഗപ്പൂർ എയർലൈൻസിനും മറ്റേ ബ്രിട്ടീഷ് എയർവേസിനും അങ്ങനെ പല വിമാന കമ്പനികൾക്കും ഉണ്ട്. ആ A380 വിമാനത്തിൽ നമ്മൾ അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് യാത്ര ചെയ്ത് നമ്മളിതാ ഹോങ്കോങ്ങിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഹോങ്കോങ് എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം അതാ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലിൽ തൊട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി.
എന്തല്ലേ ഇത്രയും വലിയ വിമാനം ലാൻഡ് ചെയ്യുന്നത് നമ്മൾ അറിയത്തും കൂടിയില്ല. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഉറക്കം വരുന്ന ഗൈസ്. അയ്യോ പറ്റിയൊക്കെ എടുക്കൂ ഗൈസ്. ഇനി ഇവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ലല്ലോ, എല്ലാം എടുത്തു ഗൈസ്. എല്ലാം എടുക്കാനുള്ള എല്ലാം എടുത്തു. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ തന്നത് കൊണ്ട് സഞ്ചിയൊക്കെ നിറഞ്ഞു. അപ്പോൾ ബൈ ബൈ എമിറേറ്റ്സ്. ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു ലോങ് യാത്രയിൽ കാണാൻ ഗൈസ്. നിങ്ങൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുക്കത്തെ സീറ്റ് തിരഞ്ഞെടുക്കാം. ഇതേപോലെ 2 സീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും കിട്ടും. എന്നിട്ട് ഇതുപോലെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനും ഈ പറഞ്ഞ പോലെ ഡോറും പരിപാടികളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇറങ്ങാം. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ. അയ്യോ, അങ്ങനെ നമ്മൾ ഹോങ്കോങ് എത്തി ഗൈസ്. എമിറേറ്റ്സ് 380 അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് ഹൈറ്റാ നോക്ക്. എന്റെ പൊന്നെ, വിമാനത്തിൽ നിന്ന് ആദ്യം ഇറക്കിയത് നമ്മളെയാണ്, ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിന്. എന്തു ഹൈറ്റ്! ഡബിൾ ഡെക്കർ വിമാനം. 1 എഞ്ചിൻ, 2 എഞ്ചിൻ, 2 എഞ്ചിൻ അപ്പുറത്ത്, മൊത്തം 4 എഞ്ചിൻ. എന്തായാലും ഈ വിമാനത്തിന്റെ കിടപ്പ് കണ്ടു. എന്ത് ലുക്കാന്ന് നോക്കിയേ. വാസാജാതി ലുക്കല്ലേ ഇത്. തലയെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തലയെടുപ്പ്. ഇത്രയും തലയെടുപ്പ് വേറെ ഒരു വിമാനത്തിനും ഇല്ല കേട്ടോ. അത് പൊളിയാണ്, പൊളി. എങ്ങനെ ഉണ്ടായിരുന്നു എമിറേറ്റ്സ് 380 ഫസ്റ്റ് ക്ലാസ്? ഞാനിപ്പോഴും ആ ഒരു രോമാഞ്ചിഫിക്കേഷനിൽ നിന്നും മാറിയിട്ടില്ല ഗൈസ്. ഇറ്റ് ഈസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ലക്ഷറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വിമാനയാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ലക്ഷറി അറ്റ് ഇറ്റ്സ് പീക്ക് ഒന്നും പറയില്ല. അടിപൊളി ഗൈസ്. എന്തായാലും 2 ദിവസം ഇവിടെ ഹോങ്കോങ്ങിലുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഇതേ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ പോകും. എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ ഇതിൻ്റെ ബിസിനസ് ക്ലാസ്? അത് വേറെ ലെവലായിരിക്കും. എന്തായാലും സ്റ്റേ ട്യൂൺഡ് ഫോർ അതർ വീഡിയോസ്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഗൈസ്. ഷാമ്പയിൻ അടിച്ച് ഞാൻ ഇച്ചിരി ഓവറാ, എനിക്കറിയാം. ഇവരിങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. സോ ലെറ്റ് മീ ഗോ. പുറത്തന്നെ കാത്തൊരാൾ ഇരിപ്പുണ്ട്. ബൈ.